ഒന്നൊന്ന് വെള്ളം പൊക്കിത്താടാ, വെള്ളം തീർന്നു. എടി എനിക്ക് വെയിറ്റ് നോക്കാൻ പറ്റത്തില്ല, കൈക്ക് വരെ വരും. അല്ല, അതിന് നിന്റെ പ്രായം എത്ര? 70? അല്ല, ഇടയ്ക്കിടയ്ക്ക് ക്യാൻ പൊക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നോണ്ട് ചോദിക്കാം. അതെടുത്താടാ. പ്രായമായില്ലേ വർഷേ, വേണമെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് തരാം. എന്നെ കാണാനൊരു ഗുമ്മില്ലെന്നേ ഉള്ളൂ, അറിയുന്നു. എന്നാലും കഷ്ടമാണ് അരുണേ നിന്റെ കാര്യം. ഈ ചെറു പ്രായത്തിലൊന്നും ആരോഗ്യമില്ല എന്ന് പറയുന്നത് ആണല്ലോ. എടി എനിക്ക് വെയിറ്റ് വെക്കാൻ പറ്റാതെ കൈക്കൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ. അല്ലാതെ ആരോഗ്യം ഇല്ലാണ്ടൊന്നും അല്ലത്. എല്ലാ മടിയന്മാരും ഇതേ ഡയലോഗ് തന്നെ പറയാറ്. ഡയലോഗെങ്കിലും മാറ്റി. എടാ, ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി? ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് എൻ്റെ കൂടെ കാക്കനാട് വരെ വരുമോ? അയ്യോ, സാൻഡ്ര വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കുവാ. എപ്പ എത്തി? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വായോ. ഓ എടി, അത് ഞാൻ നോക്കട്ടെ. എന്ത് നോക്കട്ടെ? മര്യാദയ്ക്ക് വന്നോ. ഓക്കെ, വൈകിട്ടാണ്. ശരി. അല്ലാതെ എന്തായാലും നാളെ റെഡിയാക്കിയേ പറ്റൂ, അല്ലാതെ നടക്കത്തില്ല. പക്ഷെ ഒരു മിനിറ്റ്. ഹായ്. ഹായ്. അരുൺ എപ്പോഴും പറയാറുണ്ട് സാന്ദ്രന്റെ കാര്യം. നിങ്ങളുടെ ഓഫീസിലെ കാര്യം അവൻ എന്നോട് പറയാം. ബാ, കയറിയിരിക്കാം. അവൻ വന്നോളും. ബാ. ആളിനെന്ത് പറ്റിയതാ? ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്ന ടൈമിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം എൻ്റെ നടത്തം മൊത്തം ഇങ്ങനെയാണ്. അവനും കഴിക്കാൻ പ്രശ്നം. ഇപ്പോഴും മൊത്തത്തിൽ ഓക്കെ ആയിട്ടില്ല. എന്റെ വർഷ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ചെക്കൻ ഒരു പരിപാടി എടുക്കത്തില്ല കേട്ടോ. അവൻ എല്ലാം മിസ്റ്റേക്കാ. എന്തിനിറങ്ങി ഞാൻ വരത്തില്ല. അരുണേ, സോറി. സാന്ദ്ര പറഞ്ഞപ്പോഴാണ് മനസ്സിലായ കൈയുടെ കാര്യം. ഞാനും പറഞ്ഞിരുന്നു നിങ്ങളോട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാ. അത് അവർക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുണ്ട്. കണ്ടാലേ വിശ്വസിക്കും.